ഹലോ ഹെൽക്കൻസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ മുട്ടയടിച്ചേ പിന്നെ ഉണ്ടല്ലോ ഭയങ്കര സൈലൻ്റാണ്. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് തോന്നുന്നതാണോ എന്നറിയില്ല കേട്ടോ. ഡോണ് ഭയങ്കര സൈലൻ്റായി, കുറുമ്പ് ഇച്ചിരി കൂടുകയും ചെയ്തു. ഇതിന് മുമ്പിട്ട ഷോർട്സ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുറുമ്പിൻ്റെ ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്നാലും കുട്ടിക്കുറുമ്പുകളാണ്, ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള കുറുമ്പുകളൊക്കെയാണ്. എന്നാലും മുമ്പത്തേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡോണുവിന് ഇപ്പം അങ്ങോട്ട് കൂടി വരണേ. മുമ്പ് ഏതപ്പന് ഡോണുവിൻ്റെ ഈ പ്രായത്തിൽ നല്ല കുറുമ്പായിരുന്നു. ഇപ്പം ഏതമോൻ സൈലൻ്റായി, ഡോൺ ഇച്ചിരി വൈലൻ്റായി വരുന്നുണ്ട്. അവരുടെ ആ ഒരു മൂവ്മെൻ്റ് എങ്ങനെയാണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത് അടിപൊട്ടാനാണോ അതോ സ്നേഹിക്കാനാണോ എന്ന്. അപ്പം തന്നെ അടിപൊട്ടാനുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ ഒരു 2-3 പേര് എന്തായാലും ചുറ്റിന് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. ടി വിയിലാണെങ്കിൽ ഇവന്മാരാകെ കാണുന്നത് JCB, ട്രാക്ടർ, അതൊക്കെയാണ്. ഇപ്പം അതേ ആ പില്ലോ ഒക്കെ വെച്ചിട്ട് ട്രാക്ടർ ഉണ്ടാക്കി കളിച്ചേക്കാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായില്ലേ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഇതേപോലെ വ്ളോഗായാലും കുക്കിംഗ് വീഡിയോ ആയാലും ഒക്കെ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതേ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ചാച്ചൻ അയല വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചാച്ചൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ അയല. എനിക്കാണെന്നുണ്ടെങ്കിൽ പണ്ട് ഞങ്ങളങ്ങനെ അയല കഴിക്കില്ല കേട്ടോ. കാരണം ഒരു തവണ എങ്ങാണ്ടും അയല കഴിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അയല കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞു പൊന്തും എന്നുള്ളത്. എല്ലാവർക്കും അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല, പക്ഷെ ചിലർക്ക് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അയല കഴിച്ച് റിസ്ക് എടുക്കാനായിട്ട് ഞങ്ങൾ മുതിരാറില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അയല കഴിച്ചു തുടങ്ങിയത്. കാരണം ചാച്ചൻ്റെ ഫേവറേറ്റ് സാധനം അയലയാണ്. അപ്പോൾ അയല വാങ്ങുമ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല എനിക്ക് കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് കഴിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അയല വാങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനായിട്ട് എൻ്റെ കെട്ടിയോന് അയലക്കറി വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മീൻകറിയൊക്കെ വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ. ആദ്യം തന്നെ ചെറിയുള്ളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ എല്ലാം കൂടി അങ്ങോട്ട് എടുത്തിട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി അങ്ങ് എടുത്തിടാം കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ തക്കാളിയുടെ തൊണ്ട് കളയും, ചില സമയത്ത് തൊണ്ട് കളയില്ല. അപ്പം എൻ്റെ പപ്പയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഉണ്ടാക്കണം എന്നാണ് ഇഷ്ടം. ഈ തൊണ്ട് കളഞ്ഞിട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ കറി വെച്ച് കഴിയുമ്പോൾ തൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ മാറിക്കിടക്കും. അത് കാരണം പപ്പ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ട് കളഞ്ഞിട്ടാണ് കറി വയ്ക്കാം. ഞാനും അമ്മയൊക്കെ ഇടയ്ക്ക് തൊണ്ട് കളയും, ഇടയ്ക്ക് തൊണ്ട് കളയില്ല. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 2ാം പാൽ ഒഴിക്കാം കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ മുമ്പൊക്കെ കുക്കിംഗ് ചെയ്യുമ്പോൾ കുറേ സാധനങ്ങൾ വേസ്റ്റ് ആവാറുണ്ട്. ഇപ്പോഴും കുക്കിങ്ങിൽ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി മടിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി മടിയാണ് കുക്കിംഗ് ചെയ്യാനായിട്ട്. കാരണം അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരില്ല. പക്ഷെ അമ്മയില്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യം ചെയ്യുകയും ചെയ്യും. അതാണ് നോട്ട് ദ പോയിൻ്റ്. എല്ലാവരും പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സുഖമല്ലേ അമ്മ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യില്ലേന്ന്. പക്ഷെ നമ്മളെ താങ്ങാൻ ആളുള്ളപ്പോൾ നമുക്ക് എന്തായാലും ഒരു തളർച്ച ഉണ്ടാകും. പക്ഷെ നമുക്ക് താങ്ങാൻ ആളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യം കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യും. പിന്നെ സ്വന്തം അമ്മ കൂടെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെറുതെ ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ കഴിക്കാൻ നിൽക്കണം. നമുക്ക് ആ അമ്മ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് നല്ല രുചിയോടുകൂടി ഫുഡ് കഴിച്ചോടെ. അപ്പം നമ്മുടെ ആ ഒരു പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു തള വന്നിട്ടുണ്ട്. ഇനി ആ തള വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ മുളക് ഇതൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന മീൻ അങ്ങ് അതിലേക്ക് എടുത്ത് ഇടാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ വേസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ഇപ്പോഴായാലും ചില സമയത്ത് ദോശ പെടുത്തി കഴിയുമ്പോൾ ഏതോ ആഫ്രിക്കയുടെ ഭൂപടം പോലെയൊക്കെ ആവട്ടെ. അപ്പോൾ ഞാനത് എന്ത് ചെയ്യും, ആരും തിന്നില്ല, വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാനത് അപ്പം തന്നെ അങ്ങ് എടുത്ത് കളയും. അമ്മ പറയണ കേട്ടിട്ടുണ്ട്, അമ്മയുടെ കല്യാണം കഴിഞ്ഞ് പപ്പയുടെ വീട്ടിലേക്ക് വന്ന ടൈമിൽ അമ്മ സാമ്പാർ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ കഷ്ണം കൂടി മൊത്തത്തിൽ അങ്ങ് കുഴ രൂപത്തിലായിട്ടോ. പിന്നെ അമ്മയ്ക്ക് നാത്തൂമാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഒരു കൂട്ടുകുടുംബമായിരുന്നു അന്ന്. അപ്പോൾ ആരും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്ത് ചെയ്തു, വേഗം തന്നെ അപ്പുറത്തെ പറമ്പിലേക്ക് അതെടുത്ത് ഒഴിച്ചു. അപ്പം ഞാൻ അമ്മേനോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അമ്മ എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ആരും പഠിപ്പിച്ചതെന്നല്ല, ഇങ്ങനെ പഠിച്ചു, ചെയ്തങ്ങ് പഠിച്ചു. ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, ചിലപ്പോൾ കുറേ നമുക്ക് വേസ്റ്റ് വന്നെന്ന് വരാം. എന്നാലും നമ്മൾ നിർത്തരുത്, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അതിൽ നിന്ന് ഞാൻ കുറേ പാഠങ്ങളൊക്കെ പഠിച്ചു. എപ്പോഴായാലും നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു വരില്ല. ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും, ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു പോകും. അതൊന്നും കാര്യം
കേൾക്കണ്ട. നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നമ്മളങ്ങ് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാൻ മീൻകറി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അമ്മേനോട് ചോദിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. കാരണം എൻ്റെ റെസിപ്പി വേറെ, അമ്മയുടെ റെസിപ്പി വേറെ. അമ്മയുടെയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മീൻകറി അമ്മേനോട് ചോദിച്ചാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അങ്ങനെ കുറച്ചും കൂടി ഉപ്പ് അങ്ങ് ഇട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ വീണ്ടും കുറഞ്ഞു പോയോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ കൊണ്ട് നോക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ അങ്ങ് എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. എനിക്കുണ്ടല്ലോ, എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്കായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരാൾ നമുക്ക് ചുറ്റിനും പാടില്ല അഭിപ്രായം പറയാനായിട്ട്. അതങ്ങനെ ഇതിങ്ങനെ എന്നുള്ളത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ചെയ്തു വരുമ്പോൾ പുറത്തുനിന്ന് ഒരു അഭിപ്രായം വരുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ചിലപ്പോൾ താളം തെറ്റിയെന്ന് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണമെങ്കിൽ മുമ്പ് തന്നെ അമ്മേനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചോദിച്ചോളാം, അമ്മ ഇങ്ങോട്ട് കയറി പറയണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും അങ്ങനെയാണോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോണ സമയത്തായിരിക്കും അയ്യോ അതങ്ങനെ ശരിയായില്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അതേ കിടക്കുന്ന ചട്ടിയും കലന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ അങ്ങ് പോകും. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നിന്ന് താളിച്ചങ്ങ് ഒഴിച്ചു കേട്ടോ. സംഭവം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ മീൻകറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം അങ്ങോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് വേണം പിറ്റേ ദിവസം എടുക്കാൻ. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഈ വെച്ചപ്പം തന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റിയെന്ന് പറ്റില്ല. തലേ ദിവസത്തെ മീൻകറി അതൊരു 1.5 മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലക്കറി ഉണ്ട്, ചെറുപയർ ഒലത്തിയതുണ്ട്, പിന്നെ പൈനാപ്പിൾ കറി ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അമ്മയുടെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കി വെച്ചതാണ്. കുറച്ച് കഷ്ണം എടുത്തിട്ട് വറ്റിച്ചങ്ങെടുത്തു. അമ്മയ്ക്കാണെങ്കിൽ ഈ പാലേറിനേക്കാളും കൂടുതൽ വറ്റിച്ചെടുക്കണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ പുളിയും മുളകും അടിപൊളിയല്ലേ. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ഇഞ്ചമ്പുളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചാച്ചൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാച്ചന് കൊടുത്തു കഴിഞ്ഞിട്ട് ചാച്ചൻ്റെ ആ ഒരു റിയാക്ഷൻ എന്താണ്, പുള്ളി എന്താണ് പറയുക എന്നുള്ളതും കൂടി നമുക്ക് കണ്ടുവെക്കാം കേട്ടോ. ചാച്ച, ഇന്ന് എൻ്റെ വകയാണ് സ്പെഷ്യൽ അയലക്കറി. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ. വാലും തലയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കഴിച്ചങ്ങോട്ട് നോക്കുക, അഭിപ്രായം പറയാ. ഒന്ന് വേഗം പറ. എന്താ അല്ലെന്ന് ഞാനാ വെച്ചേ. പറ, കൊള്ളാവോ? ശരിക്കും ഇഷ്ടപ്പെട്ടു? എനിക്ക് വയ്യ. വാല് ഞാൻ വറക്കാൻ വെച്ചു. ഞാൻ ചോദിച്ചതാണല്ലോ, എനിക്ക് വറുത്തത് വേണമെന്ന്, കറി വെച്ചത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. കണക്കായി പോയി.